അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ, ഇതാണ് ഞങ്ങളുടെ നാട് കേരളപുരം. എല്ലാത്തിൻ്റെയും തുടക്കം ഈ പള്ളിയുടെ മുന്നിൽ നിന്നാണ്. വേറെ എന്ത് വിശേഷങ്ങൾ ഞങ്ങൾ ആഘോഷിച്ചില്ലെങ്കിലും റബീഉൽ അവ്വലിന് എല്ലാവരും ഒത്തുകൂടാറുണ്ട്. ഭൂരിഭാഗം പേരും പ്രവാസ ലോകത്താണ്, എങ്കിലും എത്താൻ കഴിയുന്നവരൊക്കെ ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഇപ്രാവശ്യത്തെ ആഘോഷത്തിന് ചുക്കാൻ പിടിക്കുന്നത് കേരളപുരത്തെ ഹുബ്ബ് റസൂൽ എന്ന ഒരു ചെറിയ സംഘടനയും അതുപോലെ തന്നെ കേരളപുരത്തെ പ്രവാസികൾ എന്ന വാട്സപ്പ് കൂട്ടായ്മയും ചേർന്നാണ്. എങ്കിലും കേരളപുരത്തെ പുരുഷാരത്തിൻ്റെ വലിയ അകമഴിഞ്ഞൊരു പിന്തുണ ഇതിനുണ്ട്. കേരളപുരത്തെ വ്യാപാരികൾ, നമ്മുടെ ജ്യേഷ്ഠ സഹോദരങ്ങൾ എന്നു വേണ്ട കേരളപുരത്തുമായി സഹകരിക്കുന്ന ജാതി മതഭേദമന്യേ ഏവരും ഞങ്ങളോടൊപ്പം കൈമെയ് മറന്ന് ഈ പ്രവർത്തികൾക്ക് കൂട്ടുണ്ട്. റബീഉൽ അവ്വൽ 1 രാവിലെ തന്നെ ജമാഅത്ത് അങ്കണത്തിൽ നമ്മുടെ ജമാഅത്തിൻ്റെ പ്രസിഡന്റ് പതാക ഉയർത്തുന്നതോടെ കേരളപുരത്തിൻ്റെ നബിദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. പിന്നെ എല്ലാ ദിവസവും മൗലിദ് പാരായണവും അതുപോലെ മധുര വിതരണവുമൊക്കെയായി ഞങ്ങൾ റബീഉൽ അവ്വലിൻ്റെ 12 ദിവസങ്ങളും ആഘോഷമാക്കാറുണ്ട്. അവസാന ദിവസത്തെ ഒജീനം, അന്നദാനം, അത് ഞങ്ങൾക്ക് ആഘോഷമാണ്. കേരളപുരത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള ജനങ്ങൾ ഈ ഒജീനത്തിനായി ഞങ്ങളുടെ നാട്ടിൽ എത്തിച്ചേരാറുണ്ട്. ഒരാൾ പോലും അന്ന് വിഷം തൊട്ടിയ വയറുമായി കിടന്നുറങ്ങാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പ്രവാചക പിറവിയുടെ പുണ്യസ്മരണകൾ ഉയർത്തി സ്നേഹ സന്ദേശമായി വീണ്ടും ഒരു നബിദിനം വന്നെത്തി. മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്വാധീനിച്ച ഒരു മഹത് ജീവിതത്തെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിലൂടെ ലോകം ഓർത്തെടുക്കുന്നത്. സർവ്വലോകങ്ങൾക്കും അനുഗ്രഹമായി ഭൂമിയിൽ നിയോഗിക്കപ്പെട്ട തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമാണ്. ഓർക്കാനും പറയാനും എത്രയെത്ര കാര്യങ്ങളുണ്ട്. എത്ര പറഞ്ഞാലും പാടിയാലും തീരാത്ത കഥകളുണ്ട്. നബിയോടുള്ള സ്നേഹത്തിന് കാലദേശങ്ങളില്ല. വിശ്വാസിയുടെ ഹൃദയത്തിൽ അതങ്ങനെ തുടികൊട്ടിക്കൊണ്ടേയിരിക്കും. പ്രവാചക പ്രകീർത്തനങ്ങളുടെ അലകളാൽ ആകാശഭൂമികൾ പ്രശോഭിതമാകട്ടെ. മാനവിക മഹിമയാണ് നബിദിനത്തിന്റെ പ്രധാന സന്ദേശങ്ങൾ. പ്രതിസന്ധികളെ നേരിടാനുള്ള ക്ഷമയും സഹനവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന അധ്യാപനങ്ങളിലൊന്നാണ്. മതചിഹ്നങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളിലും മാത്രമല്ല, സഹജീവികളോട് അനുകമ്പയും സ്നേഹവും കരുണയും ഇല്ലെങ്കിൽ മതജീവിതം പൂർണ്ണമാവില്ല എന്നതും നബി കൽപ്പനകളിലൊന്നാണ്. പ്രവാചകന്റെ ജീവിത സന്ദേശമായ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നല്ല നാളുകൾ ആഗതമാവട്ടെ. ഓരോ ഹൃദയമിടിപ്പിലും കൽബിൽ ഒരേയൊരു ചിന്ത മാത്രമാവണം: ആഹ്ലാദത്തിന്റെ പേമാരി അലയടിച്ചുയരട്ടെ. ലോകമെമ്പാടുമുള്ള വിശ്വാസി ജനതയുടെ കൽപകങ്ങളിൽ ആവേശത്തിന്റെ അലമാലകൾ തീർത്ത് പരിശുദ്ധ നബിദിനം ഒരിക്കൽ കൂടി ആഗതമായി. ഏവർക്കും നബിദിനാശംസകൾ. ملك